നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം നാം പറയുന്ന രീതിയിൽ ഈ ഭാഗത്ത് ഒന്ന് വെച്ചു നോക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി പല ആളുകളും നമ്മോട് നിരന്തരം പറയാറുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും അതിനനുസരിച്ചുള്ള ഒരു പുരോഗതി കാണുവാൻ കഴിയാത്ത അവസ്ഥയാണ് എപ്പോഴും അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത്. അതായത് നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും കയ്യിൽ വരുന്ന പണം എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത് എന്ന് പലർക്കും മനസ്സിലാകാത്ത അവസ്ഥയാണ് ജീവിതത്തിൽ ഉള്ളത്. എന്നാൽ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധ്വാനിച്ച് ലഭിക്കുന്ന പണം കയ്യിൽ നിൽക്കുന്നില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടനവധി കടബാധ്യതകളും മാനസിക സംഘർഷവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് തേടിയെത്തുവാനും മറ്റുള്ള സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുവാനുമായി ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റിയ ഇതിലും മികച്ച ഒരു കാര്യമില്ല. ഇനി ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ മാത്രമല്ല, കിടന്നാൽ ഉറക്കം പോലുമില്ലാത്ത സാഹചര്യങ്ങളും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഭയവും എല്ലാം തന്നെ അനുഭവത്തിൽ വരുന്നുണ്ടാകും. അതായത് നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും അതിനു മുൻപിൽ ഒരു തടസ്സം വന്നു ചേരുമെന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തുടർക്കഥയായി അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. എന്നാൽ അത്തരത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയോ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോ ആണ് നിങ്ങളെങ്കിൽ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സഹായകമാകുന്ന തരത്തിലുള്ള ഒരു അത്ഭുത കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി ഇത്തരത്തിൽ വിട്ടുമാറാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം വിധിയുടെ പ്രശ്നമാണ് എന്നതാണ്. അതായത് ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് മാത്രം എപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് എല്ലാവരുടെയും ചിന്ത. എന്നാൽ ഭാഗ്യം എന്നതിലുപരിയായി ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചില ദോഷങ്ങളും നിങ്ങളുടെ വീടിനുള്ളിലും നിങ്ങളുടെ ജീവിതത്തിലും നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് ഇങ്ങനെയൊരു ദുരവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നത്. എന്നാൽ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തിന് അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല തീർത്ഥാടന യാത്രകൾ ചെയ്യുമ്പോഴും ചില പുണ്യനദികളിൽ ഇറങ്ങി കുളിക്കുന്നതിനും അതുപോലെ തന്നെ തീർത്ഥം കുടിക്കുന്നതിനുമൊക്കെ നാം ഓരോരുത്തരും അത്രയധികം പ്രാധാന്യം നൽകുന്നത്. കാരണം നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാനും ദോഷങ്ങളെ അകറ്റുവാനും പുണ്യജലത്തിന് അത്രയധികം ശക്തിയുണ്ട്. ഇത് ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല, മറ്റുള്ള വിശ്വാസങ്ങളിലായിരുന്നാലും ജലം എന്ന് പറയുന്നത് സവിശേഷകരമായി കണക്കാക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അത് നിങ്ങളുടെ പാപങ്ങളെ ആയിരുന്നാലും
നിങ്ങളിൽ നിലനിൽക്കുന്ന നെഗറ്റിവിറ്റി ആയിരുന്നാലും കഴുകി മാറ്റും എന്നതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഈ ഒരു അത്ഭുത കർമ്മം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്തു കഴിഞ്ഞാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ചില അത്ഭുതകരമായ മാറ്റങ്ങളിലൂടെ നിങ്ങളെ ഈ ഒരു കർമ്മത്തിൻ്റെ ശക്തി ഞെട്ടിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വെറും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങളുടെ തലവര തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിശിഷ്ട കർമ്മം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇനി ഈ ഒരു കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് രാത്രി ഉറങ്ങുവാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുകയും അതേസമയം നിങ്ങളുടെ ശരീരം എല്ലാവിധ ക്ഷീണവും മറന്ന് വിശ്രമിക്കുകയും ചെയ്യുന്ന സമയമാണ്. എന്നാൽ ഇത്തരത്തിൽ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന ആ രാത്രി സമയത്തായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും അധികം ശക്തിപ്പെടുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന ആ നെഗറ്റീവായിട്ടുള്ള എനർജി പല ആളുകളിൽ നിന്നും വിട്ടുപോകുന്നതും ഈ രാത്രികാലങ്ങളിൽ തന്നെയായിരിക്കും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പല സമയങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം രാവിലെ നിങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ ആ ആരോഗ്യ പ്രതിസന്ധി മാറിയിട്ടുണ്ടാകും. എന്നാൽ അതേപോലെ സാധാരണ രീതിയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റിവിറ്റികൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ മറ്റുള്ള ഒരു ദോഷങ്ങളും നിങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത. എന്നാൽ നേരെ മറിച്ച് നിങ്ങളെ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശക്തിപ്പെടുന്ന ആ നെഗറ്റീവ് ഊർജം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങി രാവിലെ ഉറക്കമുണർന്നാൽ പോലും ആ നെഗറ്റീവ് ഊർജം നിങ്ങളിൽ നിലനിൽക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട എല്ലാ നല്ല കാര്യങ്ങളെയും ഭാഗ്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ചില ദോഷങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ചില ദുരവസ്ഥകൾക്ക് ഒരു മാറ്റവും കാണുവാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിക്കാത്തത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളിൽ പെട്ട് കിടക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ കർമ്മം നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി ഈ ഒരു കർമ്മം ചെയ്യുവാനായി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപല്ലാതെ മറ്റൊരു സമയവും അനുയോജ്യമല്ല. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി മാത്രം ഈ ഒരു കർമ്മം ചെയ്യുക. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു ചില്ല് ഗ്ലാസ്സാണ്. ഇനി ചില്ല് ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മാത്രം സ്റ്റീൽ ഗ്ലാസ്സോ ചെമ്പ് ഗ്ലാസ്സോ എടുക്കാം. എന്നാൽ ഏറ്റവും ഉത്തമം ചില്ല് ഗ്ലാസ് തന്നെയാണ്. മാത്രമല്ല, ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളോ പാത്രങ്ങളോ ഇതിനു വേണ്ടി ഉപയോഗിക്കുവാനും പാടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഗ്ലാസ് നിറയെ ശുദ്ധമായ ജലം നിറയ്ക്കുക. ഇതിൽ ഗ്ലാസ്സിൽ നിറയ്ക്കുന്ന വെള്ളം കിണറ്റിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം.
ഇനി കിണർ വെള്ളം എടുക്കുവാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പൈപ്പ് വെള്ളവും ഉപയോഗിക്കാം. ഇനി അതും ലഭ്യമല്ലാത്ത അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കടയിൽ നിന്നും വാങ്ങുവാൻ ലഭിക്കുന്ന കുപ്പിവെള്ളത്തിൽ നിന്ന് പുതിയ ഒരു കുപ്പി തുറന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കാവുന്നതാണ്. ഇതെല്ലാം കിണർ വെള്ളം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങൾ കിടക്കുന്നതിന് അടുത്തുള്ള ടീപ്പോയിലോ മേശയിലോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലോ ആയി ആ വെള്ളം നിറച്ച ഗ്ലാസ് വയ്ക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ വയ്ക്കുമ്പോൾ ആ വെള്ളം നിറച്ച ഗ്ലാസ് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലെല്ലാം പ്രാധാന്യമറിയിക്കുന്ന കാര്യം, നിങ്ങൾ ആ ഗ്ലാസ്സിലേക്ക് വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവനെയോ ഇഷ്ടദേവതയെയോ മനസ്സിൽ വിചാരിക്കുകയും എന്നിൽ നിന്ന് പ്രവഹിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും എൻ്റെ ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഈ ജലം സ്വീകരിക്കട്ടെ എന്ന് ശക്തമായി മനസ്സിൽ പറയണം. അതായത് ഇവിടെ നിങ്ങൾ ദോഷങ്ങളെ അകറ്റുവാനായി ഉപയോഗിച്ചിരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ ജലത്തെ മാധ്യമമാക്കിക്കൊണ്ട് നിങ്ങൾ എന്തൊരു കർമ്മം ചെയ്താലും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശത്തെ ജലം 100% ഏറ്റെടുക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് നിങ്ങൾ ജലത്തിനോട് നിർദ്ദേശം നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ട കാര്യങ്ങളും അതേ സമയത്ത് തന്നെ ചിന്തിക്കാം. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാത്രിയിൽ തട്ടിമറിഞ്ഞു പോകാത്ത രീതിയിൽ മുൻപ് പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്തായി നിങ്ങൾക്ക് ആ ജലം നിറച്ച ഗ്ലാസ് വയ്ക്കാവുന്നതാണ്. അങ്ങനെ ഗ്ലാസ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഇനി അതിനുശേഷം നിങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യമായി നോക്കേണ്ടത് നിങ്ങൾ തലേ ദിവസം കർമ്മം ചെയ്തു വെച്ച വെള്ളം നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിലേക്കാണ്. അതായത് നിങ്ങൾ ഇത്തരത്തിൽ രാവിലെ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ആ ജലത്തിൽ ഇനി പറയുവാൻ പോകുന്ന ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ, ചില കടുത്ത ദോഷങ്ങളും നെഗറ്റിവിറ്റികളും നിങ്ങളെ ബാധിച്ചിരുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക് ചില്ലു ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ ഗുണം മനസ്സിലാവുക. കാരണം ജലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചില്ലു ഗ്ലാസുകളിൽ ജലം നിറച്ചു വയ്ക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വെള്ളത്തിൽ കാണപ്പെടുന്ന ചെറിയ കുമിളകളാണ്. അതായത് നിങ്ങൾ വെള്ളം രാത്രിയിൽ ഒഴിച്ചു വെച്ച സമയത്ത് ഒരു കുമിള പോലുമില്ലാതെ ശുദ്ധമായിരുന്ന ജലത്തിൽ ഇപ്പോൾ കുമിളകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലുണ്ടായിരുന്ന ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു സൂചന എന്ന് പറയുന്നത് ജലത്തിൽ വന്നിരിക്കുന്ന നിറം മാറ്റമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിറം മാറിയ ജലവും കുമിളകളുള്ള ജലവുമാണ് നിങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ കാണുന്നതെങ്കിൽ ശക്തമായ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിരുന്നു എന്നത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി ഇത്തരത്തിൽ കുമിളകളും നിറവ്യത്യാസവും നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും ഈ കർമ്മം ചെയ്ത ഈ ഗ്ലാസ്സിലുള്ള ജലം നിങ്ങൾ ഒഴിച്ചു കളയേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സിങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് വെറും മണ്ണിലോ ആണ്. അതല്ലാതെ മറ്റ് വീട്ടാവശ്യങ്ങൾക്കായോ കൈയും മുഖവും കഴുകുവാനായോ ഒന്നും തന്നെ നിങ്ങൾ ഈ ഒരു ജലം പിന്നീട് ഉപയോഗിക്കുവാൻ പാടില്ല.
മാത്രമല്ല വീട്ടിലെ തുളസിയുടെ ചുവട്ടിലോ തുളസി പോലെയുള്ള പവിത്രമായ മറ്റുള്ള ചെടികളുടെയോ മരങ്ങളുടെയോ ചുവട്ടിലോ ഒന്നും തന്നെ ഈ ഒരു ജലം ഒരു കാരണവശാലും ഒഴിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാധിച്ചിരുന്ന ദോഷങ്ങൾ ഇല്ലാതാവുകയും നിങ്ങളിൽ നിന്ന് ആ നെഗറ്റിവിറ്റി പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒപ്പം തന്നെ ഈ ഒരു കർമ്മം തുടർച്ചയായി 21 ദിവസം ചെയ്യുകയാണെങ്കിൽ അത് അതിലേറെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ഇനി ഈ 21 ദിവസം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ദിവസം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള ദിവസം മുതൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ഒപ്പം തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്ന സ്ത്രീകൾ ആർത്തവ സമയത്ത് ഇത് ചെയ്തു തുടങ്ങാതെ ശുദ്ധിയുള്ള സമയത്ത് ചെയ്തു തുടങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾ ശുദ്ധിയുള്ള സമയത്ത് ചെയ്തു തുടങ്ങുകയും ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ആർത്തവം വരികയും ചെയ്താൽ നിങ്ങൾ ഈ ഒരു കർമ്മം മുടക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. മാത്രമല്ല മറ്റുള്ള ഒരു വ്രതശുദ്ധിയും നോമ്പും ഒന്നും തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ നോക്കേണ്ടതില്ല. കാരണം ഇതൊരു പൂജയോ കഠിനക്രിയയോ ഒന്നുമല്ല. എന്നാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതും നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഒരു കർമ്മമാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകം ഒരു ദിവസം മാറ്റിവെച്ച് നിങ്ങൾ തുടങ്ങണമെന്നില്ല. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് ദിവസം വേണമെങ്കിലും ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഇനി ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒന്നും രണ്ടുമല്ല എന്നതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ ഏത് ദിവസം രാത്രിയിലാണോ ഈ ഒരു കർമ്മം ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത്, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ ചില ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങൾ ഈ കർമ്മം ചെയ്തപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ധനനേട്ടം നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് മാനസികമായി അനുഭവപ്പെടുന്നത് വലിയ രീതിയിലുള്ള സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയായിരിക്കും. അതായത് ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി ഒരു ഭയവും ജീവിതം എന്താകുമെന്നുള്ള ആശങ്കയും നിരന്തരം ഉണ്ടായിരുന്നെങ്കിൽ അതിന് നേർവിപരീതമായി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുകയും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ ദുരവസ്ഥകൾക്കും ഈ ഒരു അത്ഭുത കർമ്മം പരിഹാരം നൽകുമെന്ന കാര്യം അച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു അറിവ് പകർന്നു നൽകുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.